വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കടലപ്പൊടിയാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഉള്ളിവട എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് കയ്യിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. കയ്യിൽ ഓയിൽ തടവിയ കാരണം നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ അവസാനത്തെ ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് എല്ലാം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching Easy Tips Kitchen.